എന്തോന്നാ മാമച്ചായ ഒരു ക്രാവിയും നോട്ടവും പടിവി. കാലത്തെ പോലീസിനെ കൊണ്ടുവന്ന് നോക്കിച്ചിട്ട് തൃപ്തി ആയില്ലായിരിക്കും. പിന്നെ ഒരു പരിശോധന. അത് ഞാൻ ഇവിടെ വന്നിട്ടില്ല മാമച്ചായ. ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കണ്ടോ, പിന്നെ മാമച്ചായൻ എന്നോടാ ദേഷ്യം. എനിക്ക് ആരോടൊന്നുമില്ല. മുതല് മോഷണം പോയവന്റെ മനസ്സിലെ മോട്ടിക്കണവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ പെണ്ണുമ്പോഴോട് പറഞ്ഞിട്ട് ഒട്ടും കാര്യമില്ല. പിന്നെ കൊള്ളി കേട്ടോ, അങ്ങേര് ഇവിടെങ്ങാനും കൊണ്ടുവച്ചാൽ 3 തരം ഞാൻ എടുത്ത് മാമച്ചായന് തരാം. ആ അതെന്തിനാ നീ എടുത്തു തരുന്നേ? എന്റെ മനസ്സലിഞ്ഞിട്ട്. എന്തിന്? നിങ്ങളുടെ ആദ്യം കണ്ടിട്ട്. ഓ അല്ലേലങ്ങ് പോട്ടെ നോക്കണം. ഒരു മൊന്തയും കിണ്ടിയും കുടും ചെരുവും തന്നല്ലോ. ആ നിങ്ങൾക്കത് നിസ്സാരം. കഷ്ടപ്പെട്ട് ഉണ്ടാക്കണമെന്ന് എന്റെ വില അറിയാം. മോട്ടിക്കണവൻ അറിയാല. പെണ്ണുങ്ങൾ മാത്രമുള്ള വീടിന്റെ നടയിൽ വന്നു നിന്ന് വെറുതെ പള്ളു പറയാതെ എന്റെ മാമച്ചായ. സന്ധ്യയാകുകയാണല്ലോ. അതെ, ആ കൈമളെ കുറിച്ച് കാണാനും ഇല്ലല്ലോ. ആ താൻ പോയി ഒരു കാപ്പിയോ കടിയോ എന്തെങ്കിലും കഴിച്ചിട്ട് വാ. ഇതാ കൈ കാശൊന്നും ഇല്ലേ? താൻ പോയി കാപ്പി കുടിച്ചോണ്ട് വാ. ഏതായാലും ഇത്ര നേരം നിന്നല്ലോ, ഇനിയിപ്പോ ഇത് വിറ്റിട്ട് മതി. ഏത് കടയിലാ പോയേക്കുന്നേ? ഞാൻ വേണേ പോയെന്ന് അന്വേഷിക്കാം. കൈമളയല്ലേ? അതാണ്. കട നമ്മളെ തന്നെയാ. പക്ഷെ എതിലേക്കാ പോയെന്നുള്ള കാര്യമാണ്. 14 കടയാ, അത് 14 ഇടത്ത്. എല്ലാറ്റിന്റെയും കണക്കും കാര്യവും ഒക്കെ കൈമളുടെ കയ്യിലും. അയാൾ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ ഒക്കെ അങ്ങേർക്കേ അറിയൂ. ഏതായാലും ഒരു കാര്യം ചെയ്യും, കേറി നോക്കിക്കോ. കൂട്ടത്തിൽ നിന്ന് തന്റെ സഭ ഏതാണെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റൂ. പറ്റും. ആ അങ്ക് വാ. ഞാൻ അങ്ങനെ ആരെയും ഇതിനകത്ത് കേട്ടാറില്ല. തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യം കമ്മീഷൻ ഏർപ്പെടുത്തി പ്രാഥമിക വിദ്യാലയങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, പ്രാഥമിക വിദ്യാലയങ്ങളുടെ എന്തേടി എന്റെ ചേച്ചി? അകത്തുണ്ട്. വേറെ നോക്ക്, അറിയാൻ എത്ര ദൃശ്യമാണേലും. എന്നാലും മാമച്ച, നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്തസ്സുള്ളവർക്ക് നിങ്ങളെന്നായിരുന്നു എന്റെ ഇതുവരെയുള്ള വിചാരം. പിന്നെ എന്റെ കിണ്ടിയും ചരുവും മോട്ടിക്കൊണ്ടുപോയാൽ അത് മുതലാക്കിയായിരുന്നു. കിടക്കുന്നു എന്റെ കിണ്ടിയും ചരുവും. മേലാളി വേലിക്കത്ത് കയറിപ്പോരുത്. ഓകൃത്തത്തിന് വേണോ അതിന്?
പോലീസുകാരെയും കൊണ്ട് തെറ്റവെച്ചാല് തന്റെ കുടറിയാനെടുക്കും. നിങ്ങൾ പാത്രം ഓടിച്ചോണ്ടല്ലേ അങ്ങേരി ഇപ്പൊ അധികാരത്തിൽ വന്ന് കയറിയത്? ഭർത്താവ് മൂട്ടിച്ചതിന് ഭാര്യ പരിഹാരം കാണുന്നത് വല്ലവനും കൂടെ കിടന്നിട്ടാണോടി ഉല്ലേ? പിന്നെ ഓരോരുത്തന്മാര് ഇന്ന് തങ്ങൾക്ക് മറ്റൊരു പോകാൻ തോന്നിയില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാരും പറയുന്ന പോലെ നീ വ്യഭിചാരിയാന്ന്. തീർന്നു ബന്ധം. 6 രൂപ കുത്തിരി ചെലവിന്. എന്താ കാണാത്തേന്ന് ഞാനങ്ങ് പേടിച്ചിരിക്കുമായിരുന്നു. എടാ മക്കളെ, വേണ്ട അച്ഛൻ വന്നു. നീ എന്താ പണി? അരിയുടെ കണക്കെഴുതിയതായിരുന്നു. രണ്ടും കൂടെ ഇവിടെ കിടന്ന് കയറ് പറിക്കുമായിരുന്നു. പോലീസുകാരനെ തല്ലാനും ചവിട്ടാനും ഒക്കെ വന്നു. ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. എടാ വീര, പൈസക്ക് പേടി. എന്നാലും എന്റെ പവിത്ര നല്ല പണിയാ പറ്റിച്ചു. ഇതെന്നതാ? സൈക്കിൾ കടലെടുത്തു പോയി. കടലെടുത്തു? എന്ന് വെച്ചാ കാറ്റ് വെള്ളം കടപ്പുറത്ത് പോയിരുന്നപ്പം ഒരു വില വന്ന് വിട്ട് കയറി. വേറെ സൈക്കിളും കൊണ്ടങ്ങ് പോയി. ഞാൻ ജീവനം കൊണ്ടേക്ക് പോരുകയും ചെയ്തു. ഏടാന്നേ പവിത്ര രമേന്ദ്ര വിട്ടോ എന്നൊരു സംസാരം കേട്ടു. വിട്ടു. അപ്പൊ കേട്ടത് നേരാ. എനിക്കതിശയം അതല്ല. കെട്ടിയോളും മരിച്ച് ഇത്രയും കാലം സൽപ്പേരോട് കഴിഞ്ഞ് മോടെ കെട്ടും നടത്തി നിൽക്കുന്ന മാമച്ചനിക്കണി പറ്റിയല്ലോ എന്ന. നിങ്ങൾ നോക്കിക്കൂ, ആ കൊച്ചുമലടിച്ച് പോയതേ എന്റെ നല്ല കാലത്തിനാ. എന്റെ കൺമഷിക്കുള്ള കാശുണ്ടാക്കി തരാൻ ആ അത്തപ്പാടി വിചാരിച്ചിട്ടൊത്തിട്ടില്ല. ഒന്നുമില്ലേലും ഇതിപ്പോ പേടിക്കാതെ ജീവിക്കാമല്ലോ. മറ്റേത് ഒന്നിനുമില്ലാതെ ഒരു ഒടയക്കാരൻ. ചേടാ, എന്നാൽ ഇച്ചയാണ് എന്ന് കണ്ട പവിത്രന്റെ മനസ്സ് മാറും. എന്തിന്? ഇതിപ്പോ പാടൊഴിഞ്ഞു. മുമ്പാണേലും എനിക്കും കൊച്ചിനും കഴിയണേൽ ഞാൻ തന്നെ അധ്വാനിക്കണമായിരുന്നു. അല്ലാതെ പിന്നെ കള്ളം പവിത്രം കട്ടോണ്ട് വരുന്നത് വെച്ചാ ഞാൻ ചെലവ് നടത്തിക്കൊണ്ടിരുന്നേ. ഓം പറ. എന്താന്നൊരു ജമേന്തിയായി? എങ്ങോട്ടത്? മില്ലിൽ പോണം. എപ്പോഴെപ്പോഴും എന്തിനു കുത്തിക്കാൻ പോക്ക്? ഇന്നലെ കണ്ടല്ല. മറ്റേ കുത്തിക്കലിന് തന്നെ. അതിന് നിങ്ങൾക്കുണ്ടോന്നോ നഷ്ടം? എന്ത് ദമയന്തി, ഇരിക്കാൻ വേറെ സ്ഥലം കിട്ടിയില്ലോടി? ഞാൻ പോണു ദമയന്തി. അയ്യോ, നീ നില്ല. ഇതും കുത്തിച്ചോണ്ട് ഞാനിവിടെ വരാം. നീ പോരെ, ഞാൻ പോണം. പെണ്ണുമ്പളെ നിങ്ങളുടെ ശൃംഗാരമൊക്കെ പിന്നെ ഇവിടെ എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കുക. ജാനിയൻ ഇരുമങ്ങി ഇടാന്. ഓ, ഈ മാമച്ചായന്റെ ഒരു ശൗര്യം കണ്ടാട്ടെ.
ദമയന്തി, ദൈവത്തെ വിചാരിച്ച് എന്റെ മാനം കളയരുത്. എപ്പോഴും ഇങ്ങനെ വന്നു കയറിയ ആളുകൾ അതൊന്നും പറഞ്ഞുണ്ടാക്കും. അങ്ങനെ വെച്ചു തന്നാൽ എടുക്കണേ. ദമയന്തി വേറെ ജനിച്ചു ഉണ്ടാവണം. തോമച്ചായൻ എന്താ അത് കൈകൊണ്ടൊന്ന് എടുത്തു തന്നാല്? ഇത് ഞാൻ പടത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവയ്ക്കും. അന്ന് തന്ന കാശും പടത്തിന്റെ മുമ്പിൽ തന്നെ വെച്ചേക്കുക. മാമച്ചായൻ അറിയാൻ മേല എന്റെ മനസ്സിൽ മാമച്ചായനോട് എങ്ങനെയാണ്. എന്നാ ഞാൻ ഇറങ്ങുന്നേ മാമച്ചായ. ഉറക്കാണോ? അല്ല. എന്താ വേണ്ടെന്ന് വെച്ചാ പറയുന്നിടാ. എന്താ എടാ ചിത്ര, നീ പറയടാ. ഇന്ന് സ്റ്റാമ്പിന്റെ കാശ് എടുക്കണം. സ്റ്റാമ്പ്? എന്തോന്ന് സ്റ്റാമ്പ്? ക്ഷയരോഗ സ്റ്റാമ്പ്. നാളെ കൊടുക്കാന്ന് പറ. ഇന്ന് കൊടുക്കണം. ഇല്ലല്ലോ. ഇല്ല, പള്ളിക്കുർത്തി കേറ്റേന. എന്തേ കാശുണ്ടോ? എന്തേലുണ്ട്. എന്നാ പിന്നെ എടുത്ത് കൊടുത്തൂടെ? കാലത്തെ ഒരു പൊണ്ണക്കാര്യം പോലെ. ക്ഷയരോഗ സ്റ്റാമ്പ് പോയില്ല. ഇതെന്തോന്ന് നിപ്പ്? എനിക്കറിയാം എന്താ അങ്ങ് മൗനിയായി പോയതെന്ന്. എന്താണെന്നറിയാം? എന്തോ എന്റെ വിചാരം? മറ്റേ ആ എന്തിയാനി പോയതിന്റെയാണോ? അല്ലേ പിന്നെന്താ? അന്നോട്ടാണല്ലോ മിണ്ടാട്ടോ ഉരിയാട്ടോ ഇല്ലാണ്ടായത്. കള്ളൂടി പോലും ഇല്ല. നിനക്ക് പറഞ്ഞാ മനസ്സിലാകുകയല്ല. അവള് പോയതിന്റെ സുഖം എനിക്കേ അറിയാവൂ. എല്ലാം എന്റെ പൂജയുടെയും പ്രാർത്ഥനയുടെയും ഫലമാണ്. അങ്ങനെയൊന്നും ഒരവള് വിചാരിച്ചാലും കൊണ്ടുപോകാൻ ഒക്കത്തില്ല.